ഇന്ന് നമ്മളൊരു ആപ്പിൾ മിൽക്ക് ഷേക്കാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു അത്യാവശ്യം വലിയൊരു ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ പിസ്ത ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്ത സിറപ്പ് അല്ലെങ്കിൽ പിസ്ത ക്രഷ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതില്ല, പിസ്തയുടെ മിക്സ് എസൻസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 2 തുള്ളി ഒറ്റിച്ചെടുത്താലും മതി. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ടൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പിസ്ത ക്രഷിൽ ഒരു ഇത്തിരി മധുരമുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് കുറച്ച് കാരമൽ ചെയ്തിട്ടുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ ഇത്തിരി ഐസ്ക്രീമും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഒരുപാട് മധുരം വേണ്ടി വരില്ല, നോക്കിയിട്ട് മാത്രം മതിയാവും. അതുപോലെ ബൂസ്റ്റ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്കുള്ള 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് പാല് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടയാക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഐസ് ക്യൂബ് വെക്കുന്ന ട്രേ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണ്. ശരിക്കും ഷേക്ക് ആവുന്ന സമയത്ത് ആ ഒരു കട്ടിപ്പോട് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ജ്യൂസ് പോലെ മതിയെന്നുണ്ടെങ്കിൽ പാല് തണുപ്പിച്ച് ഒഴിച്ചു കൊടുത്താലും മതി. പാലിങ്ങനെ നല്ല കട്ടയാക്കിയിട്ട് അടിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് മിൽക്ക് ഷേക്ക് കുടിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ആപ്പിൾ ഷേക്കൊക്കെ ആണെങ്കിൽ നല്ല ഒരു ഐസ് ഇങ്ങനെ അടിഞ്ഞു വന്ന തരിതരിപ്പോട് കൂടിയിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ കിട്ടും. ഇനി പിസ്ത കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ജ്യൂസ് ആക്കുന്ന സമയത്ത് അതും കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ജ്യൂസ് റെഡി ആവുന്നുണ്ട്. ഷേക്ക് നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ചൊരു കാരമൽ ഷുഗർ കൂടെ ചേർക്കണം. ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാട്ടോ കിട്ടുന്നത്. അപ്പോൾ പഞ്ചസാര എങ്ങനെ കാരമൽ ചെയ്യാന്നുള്ളത് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊരു പഞ്ചസാര നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിൽ ഇട്ടുക. എന്നിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ വളരെ ചെറിയ തീയിലിട്ടിട്ട് നല്ല ബ്രൗൺ കളറൊക്കെ ആയി വന്ന് നല്ലൊരു കാരമൽ ആവുന്ന സമയത്ത് 2-3 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ ആക്കിയതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ കാര്യങ്ങൾക്ക് എടുക്കുന്നത്. ഇനി ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. ആവശ്യമുള്ള സമയത്ത് എടുക്കാം. എടുക്കുന്ന സമയത്ത് ഒരു ഇത്തിരി കട്ടി കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് അത് തണുത്തതിന് ശേഷം എടുത്താൽ മതി. ഇനിയിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ഷേക്ക് ഗ്ലാസ്സിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ല, നല്ല ഒരു നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന പോലെ ആ ഒരു കട്ടിയോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു സമയത്ത് കഴിക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആപ്പിൾ ഷേക്ക് ആണെങ്കിലും പിസ്തയുടെ ക്രഷും അതുപോലെ തന്നെ ബൂസ്റ്റും എല്ലാം കൂടെ വന്ന സമയത്ത് ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഐസ്ക്രീം ഉണ്ടെങ്കിൽ 1 സ്കൂപ്പ് അതുകൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും, കഴിക്കാൻ ടേസ്റ്റ് കൂടുതലുണ്ടാവും. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സോസ് കുറച്ചുകൂടെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഭംഗിയും ടേസ്റ്റും ഒക്കെ കിട്ടുക. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ആപ്പിൾ ഷേക്ക് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്